ഇതെന്താ ഇപ്പൊ ഇങ്ങനൊരു മഴ? കാലം തെറ്റി പെയ്യണതാണല്ലോ. ഇത് ന്യൂനമർദ്ദത്തിന്റെയാണ്, അല്ലാതെ കാലം തെറ്റി പെയ്യുന്നൊന്നല്ല. നിങ്ങളെ പോലുള്ള ജോലിക്കാർക്ക് ഇത് ന്യൂനമർദ്ദമായിരിക്കും, പക്ഷേ എന്നെ പോലുള്ള വീട്ടമ്മമാർക്ക് ഇത് കാലം തെറ്റി പെയ്യുന്നത് തന്നെയാണ്. സമ്മതിച്ചു, നിന്റെ അടുത്ത് തർക്കിക്കാൻ ഞാനില്ല. ശ്യാം, പറഞ്ഞോ, എന്തായി ഞാൻ പറഞ്ഞത്? അന്വേഷിച്ചോ? സർ, ഞങ്ങളുമായിട്ട് കോപ്പറേറ്റ് ചെയ്യണം. ഇതെല്ലാം ഹോസ്പിറ്റലിലെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. ഇതൊന്നും അങ്ങനെ ആർക്കും കൈമാറാൻ പാടില്ല. മരണപ്പെട്ടത് ഈ ഹോസ്പിറ്റലിലെ 2 പേരാണ്. അവരെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് കൊലപാതകയുടെ അടുത്തെത്താൻ പറ്റുള്ളൂ. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് us. ഓക്കെ, ഞാൻ നിങ്ങൾ ചോദിച്ച ഡീറ്റെയിൽസ് തരാം. സാർ പറഞ്ഞ രീതിക്ക് ഞാൻ അന്വേഷിച്ചു. അന്വേഷിക്കാൻ പറഞ്ഞ കാര്യം സത്യമായിരുന്നു. സാറ് പറഞ്ഞത് ശരിയാ. ഡോക്ടർ ഐസക് മാത്യു മറ്റുള്ളവർ പറയുന്നത് പോലെ ഹീസ് നോട്ട് പെർഫെക്റ്റ്. ആള് നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണ്. അതിനുള്ള എല്ലാ തെളിവും കിട്ടിക്കഴിഞ്ഞു. ഡോക്ടർ ഐസക് മാത്യുവും കൊലയാളിയും തമ്മിലുള്ള ബന്ധം അറിയാൻ നമുക്ക് ഒരാളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. നീ വണ്ടിയെടുക്ക്. സാറപ്പോൾ വൈകിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നില്ലേ? അയാള് നമ്മളെ വിളിച്ചതല്ലേ? ഞാൻ പോകുന്നില്ല. കാരണം ഇന്നലെ വിളിച്ചത് കൊലയാളിയാണെന്ന്. എന്താ ഇത്ര ഉറപ്പ്? ചിലപ്പോൾ അവൻ നമ്മുടെ വഴി തെറ്റിക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചതാണെങ്കിലോ? സത്യാവസ്ഥ എന്താണെന്നറിയട്ടെ, അതിനുശേഷം തീരുമാനിക്കാം അവൻ്റെ പിന്നാലെ പോണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷേ സാർ, അവൻ പറഞ്ഞ രീതി എല്ലാം വെച്ച് നോക്കുമ്പോൾ അവൻ ഇതിനെക്കുറിച്ച് എന്തൊക്കെയോ അറിയാമെന്ന് തോന്നൽ. സോ വിട്ടുകളയുന്നത് ശരിയാവുമോ? അവനറിയാം എല്ലാം ഇതിനെക്കുറിച്ച്. പക്ഷേ അതല്ല ഇവിടുത്തെ പ്രശ്നം. നമുക്ക് കൊലപാതകയെ കണ്ടെത്തണം. ചിലപ്പോൾ അവൻ തന്നെയായിരിക്കും കൊലപാതകി. എന്തിനു വേണ്ടി അവൻ ഇത്തരത്തിൽ ഒരു കൊലപാതകം ചെയ്തു? അതാദ്യം കണ്ടുപിടിക്കട്ടെ, എന്നിട്ട് മതി ഇതിൻ്റെ പിന്നാലെയുള്ള പോക്ക്. അതല്ല സാർ, അവനായിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ട് വിട്ടുകളയുന്നത് ബുദ്ധിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവനായി വന്നിട്ട് നമ്മൾ പിടിച്ച അതിലൊരു ത്രില്ലില്ല. പക്ഷേ നമ്മളായിട്ട് അവനെ പിടിച്ച, അതും എല്ലാ തെളിവുകളോടും കൂടി, അതല്ലേ ത്രില്ല്. താര അല്ലേ? അതെ, ആരാ? മനസ്സിലായില്ല. അമ്മയ്ക്ക് എന്നെ അറിയാൻ വഴിയില്ല. എൻ്റെ പേര് വേണുഗോപാൽ, അസിസ്റ്റന്റ് കമ്മീഷണറാണ്. ഇവിടെ ഒരു കേസുമായി ബന്ധപ്പെട്ട് വന്നതാ. അമ്മയ്ക്ക് അറിയാം. അമ്മയ്ക്ക് അറിയൂ. ഞാനതിന് ഒരു കേസും കൊടുത്തിട്ടില്ലല്ലോ. ഏത് കേസിന്റെ കാര്യം മോൻ പറയണത്? അമ്മ കേസൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിക്കും. അതിനുള്ള മറുപടി അമ്മ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കേസ് തെളിയിക്കാൻ എളുപ്പമായിരിക്കും. അതിനു വേണ്ടിയാ ഇങ്ങോട്ട് വന്നത്. അമ്മയ്ക്ക് ഒരു മകളുണ്ടായില്ലേ, ശ്രീലക്ഷ്മി. അവള് ഇപ്പം എവിടെയാ? ശ്രീകുട്ടി, അവള് കഴിഞ്ഞ വർഷം മരിച്ചു. ഒരുപാട് കിടന്നിട്ടാ അവള് പോയത്. അമ്മ ഞങ്ങളുടെ അടുത്ത് സത്യം പറയണം. ശരിക്കും അമ്മയുടെ മോൾ ശ്രീലക്ഷ്മിക്ക് എന്താ പറ്റിയത്? ഇപ്പെന്തിനാ നിങ്ങൾ അതൊക്കെ അന്വേഷിക്കുന്നേ? നഷ്ടപ്പെടാനുള്ളതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ചൊന്നും പറയാനോ ഒന്നും കുത്തിപ്പൊക്കാനോ എനിക്ക് താല്പര്യമില്ല.
നിങ്ങൾക്ക് ഇവിടുന്ന് പോവാം. സാറിനെ വിളിപ്പിച്ചു എന്ന് പറഞ്ഞു. എന്താ വേണു ഞാൻ ഈ കേൾക്കുന്നത്? പഴയ ആ കേസും ഈ കേസും തമ്മിൽ ബന്ധമുണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ സാർ, മോസ്റ്റ് ത്രില്ലിംഗ് കേസ് ഓഫ് അവർ ഹിസ്റ്ററി. മെഡിക്കൽ സയൻസിൻ്റെ പിഴവ് മൂലം കിടപ്പിലാവേണ്ടി വന്ന ശ്രീലക്ഷ്മി എന്ന പെൺകുട്ടിയുടെ കേസ്. അതും ആ കേസും ഈ കേസും തമ്മിലാണ് ബന്ധം. പക്ഷേ ആ കേസ് തെളിഞ്ഞതല്ലേ, അത് ക്ലോസ് ചെയ്തതുമാണ്. അതെ സാർ, കേസ് തെളിഞ്ഞതുമാണ്, ക്ലോസ് ചെയ്തതുമാണ്. പക്ഷേ പ്രതികള് രക്ഷപ്പെട്ടില്ലേ സാർ? അവർക്ക് ഒരു ദിവസത്തെ തടവ് ശിക്ഷ പോലും വാങ്ങിക്കൊടുക്കാൻ കേരള പോലീസിന് സാധിച്ചു? ഇല്ലല്ലോ. ആ പ്രതികൾക്കുള്ള ശിക്ഷയാ ഈ കേസിലൂടെ വിധിച്ചിരിക്കുന്നത്. ആരത് ചെയ്തത്? എങ്ങനെ അത് ചെയ്തത്? ആരാ ചെയ്തതെന്നോ എങ്ങനെയാ ചെയ്തതെന്നോ അതിനുള്ള ഉത്തരം കിട്ടിയിട്ടില്ല. പക്ഷേ എന്തിനാണ് ചെയ്തതെന്ന് അതിന് മാത്രമുള്ള ഉത്തരമേ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളൂ. അതുമാത്രമല്ല, ആ വ്യക്തിയും ഈ ശ്രീലക്ഷ്മിയും തമ്മിൽ എന്താ ബന്ധം, അതും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇതൊരു സീരിയൽ കില്ലിംഗ് അല്ലേ? ഇനിയൊരു കൊലപാതകം നടക്കാൻ സാധ്യതയില്ല സാർ. ഈ 2 വ്യക്തികളെ മാത്രമേ കഴിഞ്ഞ കേസിലെ പ്രതികളായിട്ട് കേരള പോലീസ് കൊണ്ടുവന്നിട്ടുള്ളൂ. ഈ 2 പേരാണ് മരിച്ചിരിക്കുന്നതും. പിന്നെ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇന്നലെ വിളിച്ച ആൾ കില്ലറാണെങ്കിൽ അവൻ പറഞ്ഞത് അവൻ ഉദ്ദേശിച്ച 2 കൊലപാതകവും അവൻ നടത്തി കഴിഞ്ഞെന്ന. സോ ഇനിയൊരു കൊലപാതകം ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. യഥാർത്ഥത്തിൽ ഈ ശ്രീലക്ഷ്മിയുടെ കേസ് എന്താ? ആ കുട്ടി എങ്ങനെയാണ് മരിച്ചത്? അതിനെക്കുറിച്ചൊക്കെ താൻ അന്വേഷിച്ചോ? അന്വേഷിച്ചു. ഈ കേസ് മുന്നേ ഹാൻഡിൽ ചെയ്തിരുന്നത് ACP അനിലായിരുന്നു. ആളെ ഞാൻ കണ്ട് സംസാരിച്ചു. അപ്പോൾ അവിടെ നിന്നാ ഈ ഡീറ്റെയിൽസ് മുഴുവൻ കിട്ടിയത്. ഇന്ന് രാവിലെ ശ്രീലക്ഷ്മിയുടെ അമ്മയെ കാണാൻ പോയിരുന്നു. അവിടെ ആ സ്ത്രീ ഒറ്റയ്ക്കാണ് താമസമെന്ന് തോന്നുന്നു. പക്ഷേ ആള് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. അതെല്ലാം ആൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞതാ. ഇനി അതിനെക്കുറിച്ച് ആൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവിടെ നിന്ന് ഇനി ഡീറ്റെയിൽസ് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇനി എന്താ പ്ലാൻ? ആ ഡീറ്റെയിൽസ് കിട്ടാതെ ഇനി കേസ് എങ്ങനെ മുന്നോട്ട് പോകും? ഇനി ഇതിനുത്തരം പറയാൻ ഒരാളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ, ദ കില്ലർ. അവനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് അവനോട് തന്നെ ചോദിച്ചറിയണം, എങ്ങനെ, എന്തിന്, എല്ലാം. സാർ, ഇറ്റ്സ് ഹിം. എടുത്ത് സംസാരിക്കേ. അവൻ എന്താ പറയാൻ നോക്കാലോ. ഹലോ, ACP വേണുഗോപാൽ. ഹലോ ACP, താൻ എന്ത് പണിയാ കാണിച്ചത്? ഇന്നലെ രാത്രി താൻ വരുമെന്ന് പ്രതീക്ഷിച്ച് ആ റെയിൽവേ സ്റ്റേഷനിൽ 1 മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. താൻ വന്നില്ല അല്ലേ? അത് പിന്നെ ഞാൻ വേറൊരു തിരക്കിലായിരുന്നു, അതുകൊണ്ടാ വരാതിരുന്നത്. എന്തിനാ സിൻസിയറായി പോലീസായിരുന്നിട്ടും എൻ്റെ അടുത്ത് നുണ പറയാൻ നിൽക്കുന്നത്? എനിക്കറിയാം തൻ്റെ തിരക്ക് എന്തായിരുന്നു എന്ന്. തൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ആ കൊലപാതകം ചെയ്തതെന്നും എന്നെ പിടിക്കാൻ വരാനും. പക്ഷേ താൻ എന്നെ പിടിക്കാതെ ആ പാവം താരമ്മയുടെ പിന്നാലെ പോയി അല്ലേ? എന്തിനാ നീ വീണ്ടും ആ കേസിന് പിന്നാലെ പോകുന്നത്? അപ്പം നീ എൻ്റെ എല്ലാ നീക്കങ്ങളും അറിയുന്നുണ്ടല്ലേ? നന്നായി. എങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് പറയാം, നീ
എന്തിനാ ഈ കൊലപാതകം ചെയ്തത്? നീയും ശ്രീലക്ഷ്മിയും തമ്മിൽ എന്താ ബന്ധം? എല്ലാം എനിക്കറിയണം. അറിഞ്ഞേ മതിയാവൂ. ഇപ്പോഴാണ് നീ ഒരു ആൺകുട്ടിയായത്. അങ്ങനെ ആണിനെ പോലെ നേർക്ക് നേരെ ചോദിക്ക്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാൻ വേണ്ടിയിട്ടാ നിന്നെ ഇന്നലെ ഞാൻ കാണണമെന്ന് പറഞ്ഞത്. പക്ഷേ നീ കാണാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ഇനി തൽക്കാലം അതിനുള്ള ഉത്തരം നീ സ്വയം കണ്ടുപിടിക്കുക. ഞാനൊരു ചാൻസ് തന്നിട്ട് നിനക്ക് അത് പറ്റിയില്ലല്ലോ. സോ നീ തന്നെ ഇനി അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ മതി. ഞാനും ശ്രീലക്ഷ്മിയും തമ്മിലെ ബന്ധം എന്താണെന്നും ഞാൻ എന്തിനാ അവന്മാരെ രണ്ടെണ്ണത്തിനെയും അങ്ങ് തീർത്തതെന്നും. അപ്പം നീ ഗെയിമിലേക്ക് ഇറങ്ങിയല്ലേ? ശരി, നിന്റെ ഇഷ്ടം പോലെ ഞാൻ തന്നെ നിന്നെ കണ്ടുപിടിച്ചോളാം. എന്നിട്ട് നിന്നെ കൊണ്ട് തന്നെ എല്ലാ സത്യവും ഞാൻ പറയിപ്പിക്കും. ഓക്കെ, എങ്കിൽ നമുക്ക് കാണാം ആരായി ഗെയിമിൽ ജയിക്കുക എന്നുള്ളത്. അവൻ എന്താ പറഞ്ഞത്? ന്യായീകരിക്കാൻ പറ്റിയ തെറ്റാണ് അവൻ ചെയ്തതെന്നുള്ളത് അവൻ്റെ വാക്കിലുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അത്ര സ്പഷ്ടമായിട്ട് തന്നെ സംസാരിച്ചത്. സർ പേടിക്കേണ്ട, വിത്തിൻ 10 days അവനെ ഞാൻ പിടിച്ചിരിക്കും. എന്നിട്ട് അവനെ കൊണ്ട് തന്നെ എല്ലാ സത്യവും ഞാൻ പറയിപ്പിക്കും. സർ, ഞാൻ ഇറങ്ങാം. നീ ഇതെങ്ങോട്ടാ? ഞാൻ പറഞ്ഞിരുന്നല്ലോ എൻ്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിയുടെ കാര്യം. ഓ, അത് ഇന്നായിരുന്നല്ലേ? ഞാനങ്ങ് മറന്നുപോയി. എന്തായാലും നീ പോയിട്ട് വാ. നിങ്ങൾക്കും കൂടി വരായിരുന്നു. ഞാനില്ല, നീ പോയിട്ട് വാ. എനിക്ക് ഈ പ്രതി പിടിക്കുന്നത് വരെ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ടേ ഞാനൊന്ന് ഫ്രീ ആവുള്ളൂ. അതുവരെ നീ പോയാൽ മതി ഈ ഫങ്ഷനും പ്രോഗ്രാംസിനൊക്കെ. ഓക്കെ, ആയിക്കോട്ടെ. എങ്കിൽ ഞാൻ പോയിട്ട് വരാം. ഫുഡ് ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിച്ചോളൂ, മറക്കണ്ട. പൊന്നു, ഫങ്ഷൻ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പിന്നെ നീ എന്താ പ്രതീക്ഷിച്ചത്? നിനക്കറിയാവുന്നതല്ലേ, ഈ നഗരത്തിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് കോടീശ്വരന്മാരിലെ ഒരാളാണ് ഈ പറയുന്ന ശ്രീരാഗ്. അവന്റെ ബർത്ത്ഡേ മോശമാവുന്ന് നീ കരുതുന്നുണ്ടോ? എടി, ഞാൻ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്കറിയാം ശ്രീരാഗിനെ, അവൻ എൻ്റെ ഫ്രണ്ട് അല്ലേ. അപ്പൊ പിന്നെ അവനെ കുറിച്ച് എനിക്കറിയാതിരിക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? അതല്ല, ഞാൻ ഇത്രയ്ക്ക് അങ്ങ് ആഡംബരാവുമെന്ന് വിചാരിച്ചില്ല എന്ന് ഉദ്ദേശിച്ചത്. കാരണം നിനക്കറിയാലോ, അവൻ കോടീശ്വരനാണെങ്കിലും ഭയങ്കര സിമ്പിളാ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, സമ്മതിച്ചു. അല്ല, നിന്റെ ഹസ്ബൻഡ് എന്താ വന്നില്ലേ? ഞാൻ കരുതി ആള് ഈ ഫംഗ്ഷനെങ്കിലും ഒന്ന് കാണാൻ പറ്റുമെന്ന്. ഇല്ലടി, വേണാടിന് ഭയങ്കര തിരക്ക്. ഇപ്പൊ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കല്ലേ, അതിന്റെ പിന്നാലെ ആള്. ഇനി ആ ഒരു ഇതിൽ ഞാൻ പിടിച്ചു വലിച്ച് ഇങ്ങോട്ട് നിർബന്ധിച്ചു കൊണ്ടുവന്നാൽ പോലും ആള് ഈ ഫംഗ്ഷനെ ശ്രദ്ധിക്കില്ല. മൈൻഡ് മുഴുവൻ ആ കേസിലായിരിക്കും. പിന്നെന്തിനാ വെറുതെ? അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത്. ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. പ്ലീസ് put your hands together for the today's center of attraction, the most handsome, the beautiful, the talented Mr. Srirag Sharma. Mic test. 1, 2, 3.
they can never chase me. First you high, can you fucking pay me? താങ്ക് യു സോ മച്ച് ഗൈസ്. എൻ്റെ ഈ എളിയ ബർത്ത്ഡേ ഫങ്ഷന് ക്ഷണിച്ചിട്ട് വന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇത്തരത്തിൽ ഗ്രാൻഡായിട്ടൊന്നും ഇന്നേ വരെ ഞാൻ എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല. അത് നിങ്ങളെല്ലാവർക്കും അറിയുന്നതാണ്. ഇന്നെന്തോ അറിയില്ല, ഒരു സ്പെഷ്യൽ ഉണ്ടെന്ന് കൂട്ടിക്കോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഗ്രാൻഡ് ആക്കാമെന്ന് ഞാൻ കരുതി, അത്രേ ഉള്ളൂ. ഇനി മുന്നോട്ട് ഇങ്ങനെ ആയിരിക്കുമെന്ന് നിങ്ങളോട്ടും പ്രതീക്ഷിക്കേണ്ട. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഫൺ. ഹേ മൃദു, എപ്പോൾ എത്തി? എന്താടോ ഒരു മൈൻഡില്ലാതെ നിൽക്കുന്നേ? ഓ, നമ്മളൊക്കെ പാവങ്ങള്, നമ്മളൊക്കെ ആര് മൈൻഡ് ചെയ്യാനാ? ഇതുപോലെ ഗ്രാൻഡ് ആയിട്ടൊന്നും ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള പൈസ ഒന്നും നമ്മുടെ കയ്യിലില്ലേ. നീ എന്താടി മൃദു അങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ അത്തരത്തില് എപ്പോഴെങ്കിലും നിന്റെ അടുത്ത് അങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? അയ്യോ, ഞാൻ ചുമ്മാ പറഞ്ഞതാടാ, ഇനി അതി പിടിച്ച് തൂങ്ങണ്ട. എനിവേസ്, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. അല്ല, എവിടെ നിന്റെ കെട്ടിയോൻ? ഞാൻ വേണുവേട്ടനെ എക്സ്പെക്ട് ചെയ്ത് നിൽക്കായിരുന്നു, എന്നിട്ട് കാണാനില്ലല്ലോ. അത് പറയാതിരിക്കുക ഭേദം. ഇപ്പോ ഒരു കേസ് വന്നിട്ടില്ലേ, സിറ്റി ഹോസ്പിറ്റലിൽ 2 പേര് കൊല്ലപ്പെട്ടത്. ആ കേസിന്റെ പിന്നാലെ പുള്ളി. ഇനി അത് കഴിയുന്നത് വരെ ആള് ഫ്രീ ആയിട്ടൊന്നും കിട്ടില്ല. ഞാൻ വിളിച്ചതാ, പക്ഷേ ആ കേസ് തലേന്ന് പോവാതെ വരില്ലെന്നാ പറഞ്ഞത്. അപ്പൊ പിന്നെ ഞാനും കരുതി അവിടെ ഇരുന്നോട്ടെ, എന്തിനാ വെറുതെ എന്റെ മൂടും കൂടി സ്പോയിലാക്കാൻ. ഓഹോ, അപ്പോ ACP സാറ് രണ്ടും കൽപ്പിച്ചു തന്നെയാണല്ലേ? നിനക്കറിഞ്ഞൂടെ, ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ വേണുവേട്ടനെ കുറിച്ച്. ഒരു കേസ് കിട്ടിയ അത് ജയിക്കുന്നത് വരെ അതിന്റെ പിന്നാലൊന്നും മാറില്ലാന്ന്. അറിയാം, പക്ഷേ ഈ കേസ് ACP ജയിക്കില്ല. കാരണം എതിരാളി അതിശക്തനും അതിബുദ്ധിമാനുമാണ്. ഈ കളി നിന്റെ കെട്ടിയാൻ തോൽക്കും. നീ എന്തേലും പറഞ്ഞോ? ഇല്ലടി, നീ പാർട്ടി എൻജോയ് ചെയ്. ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ.